കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളി. കോടതി പ്രതിചേർത്ത CPO ശശിധരനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചില്ല. പ്രതിഷേധത്തിൽ 3 പേർക്കെതിരെ മാത്രമാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത് VS മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ ഇല്ലെന്ന പേരിലാണ് ശശിധരനെ ഒഴിവാക്കിയത്. എന്നാൽ ഈ വാദം തള്ളുന്നതാണ് പുറത്തുവന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അന്വേഷണ റിപ്പോർട്ട്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പക്ഷെ വ്യക്തമാണ്, ശശിധരൻ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതോടൊപ്പം സുജിത്തിനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു എന്നത് വ്യക്തമാവുകയല്ലേ റിപ്പോർട്ട് പ്രകാരം? ശശിധരൻ ഇത്തരത്തിൽ മർദ്ദനത്തിൽ പങ്കാളിയായിരുന്നു എന്ന കാര്യത്തിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ പോലും സംശയമൊന്നും പറയുന്നില്ല. അവർ പോലും സ്ഥിരീകരിച്ച കാര്യമാണിത്. കേസിൽ 4 പ്രതികളാണുള്ളത്. പക്ഷേ ഇവർക്കെതിരെ നടപടിയെടുത്തു എന്ന് പോലീസ് ന്യായീകരണം നടത്തുമ്പോഴും ശശിധരനെ ഒഴിവാക്കി എന്ന കാര്യമാണ് വ്യക്തമാവുന്നത്. അതായത് കോടതി പ്രതിചേർത്ത് ശശിധരനെതിരെ അച്ചടക്ക നടപടിയില്ല. 3 പേർക്ക് മാത്രമാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ശശിധരനെ ഒഴിവാക്കിയത് സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ ശശിധരൻ ഇല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. എന്നാൽ ഈ വാദം തള്ളുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പുറത്തുവിട്ട ക്രൈം റെക്കോർഡ്സ് ACP സേതുവിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട്. അതിൽ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ ശശിധരൻ പുറത്തുനിന്ന് കയറി വരുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് പറയുന്നുണ്ട്. GD ചാർജിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പുറത്തുനിന്ന് വന്നതിനാൽ സുജിത്തിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെയാണ് ശശിധരനെതിരായ നടപടി അന്ന് ആഭ്യന്തര വകുപ്പ് ഒഴിവാക്കിയത് എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം. ബാക്കി ഉദ്യോഗസ്ഥരുടെ 2 വർഷത്തെ ഇൻക്രിമെന്റ് തടഞ്ഞു വയ്ക്കുന്ന നടപടി അന്ന് സ്വീകരിച്ചത്. ഇത് മറ്റ് 3 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരാളെ ഇത്തരത്തിൽ ദൃശ്യങ്ങളിൽ ഇല്ല എന്നൊരു കാരണം കൊണ്ട് ഒഴിവാക്കി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ തന്നെ മർദ്ദിച്ചതിൽ ഇനിയും ഉദ്യോഗസ്ഥരുണ്ട്, അവർക്കെതിരെ നടപടിയില്ല എന്ന് സുജിത്ത് ആരോപിക്കുന്നുണ്ട്. അപ്പോഴാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെതിരെ പോലും നടപടി വന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാവുന്നത്. ഇതൊരു തരത്തിൽ കണ്ണിൽ പൊടിയിടുന്ന ഒരു ഏർപ്പാടാണ്. എന്തായാലും കോൺഗ്രസ് വലിയ രീതിയിൽ ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നു. അതിന്റെ തലേ ദിവസം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നു. ഇന്ന് DIG ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശ്ശൂരിൽ മാർച്ച് നടത്തുന്നുണ്ട്. വൈകിട്ട് VD സതീശൻ കുന്നംകുളത്തെ വീട്ടിലെത്തി സുജിത്തിനെ സന്ദർശിക്കുന്നുമുണ്ട്. നടരാജ് പരശുറാമാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി.